പല സ്റ്റുഡൻസിൻ്റെയും സംശയമാണ് മികച്ച പഠനരീതി എന്ന് പറയുന്നത് വായിച്ച് പഠിക്കുന്നതാണോ എഴുതി പഠിക്കുന്നതാണോ. രണ്ടും ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്. ചില സ്റ്റുഡൻസിന് വായിച്ച് പഠിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് എഴുതി പഠിക്കുന്നതാണ്. ഏതായിരിക്കും ബെറ്റർ എന്ന് നോക്കാം. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി ഇത് രണ്ടും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. വായിച്ചും പഠിക്കുക, അതിനുശേഷം അത് എഴുതി നോക്കുക. അപ്പോൾ എഴുതി പഠിക്കുന്നതിന് തുല്യമാവും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നേ പറ്റുകയുള്ളെങ്കിൽ ഏതാണ് നല്ലതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വായിച്ച് പഠിക്കുന്നതിൻ്റെ ഗുണം നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് വായിച്ച് പഠിക്കുന്ന രീതി. ഉദാഹരണമായിട്ട് ഇപ്പോൾ PSC പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ റാങ്ക് ഫയൽ, അല്ലെങ്കിൽ സാധാ സ്റ്റുഡൻസ് ആണെങ്കിൽ നോട്ട്സ്, എന്താണെങ്കിൽ തന്നെയും ഓരോ ചാപ്റ്ററൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് വായിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. ഒരു 1-2 റൗണ്ട് വായിക്കും, എന്നിട്ട് അത് കണ്ണടച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കും. അത് നല്ലൊരു രീതി തന്നെയാണ്. വായിച്ച് പഠിക്കുന്നത് തന്നെ 2 രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഉറക്കെ വായിച്ച് പഠിക്കുന്നവരുമുണ്ട്, മനസ്സിൽ വായിച്ച് പഠിക്കുന്നവരുമുണ്ട്. രണ്ടിനും 2 പ്രയോജനങ്ങളും ദോഷങ്ങളുമുണ്ട്. ഉറക്കെ വായിച്ച് പഠിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും നമ്മളുടെ ശബ്ദത്തിൽ തന്നെ നിൽക്കും. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, വായിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് എനർജി വേണ്ടി വരും. നമ്മൾ ഒരുപാട് സൗണ്ട് ഉയർത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കില്ലേ? അത് തന്നെ ഇവിടെയും സംഭവിക്കും. 1-2 പേജ് ഉറക്കെ വായിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും, മടിയൊക്കെ വരും. ചില സ്റ്റുഡൻസ് വളരെ സൈലൻ്റായിട്ട് വായിച്ച് പഠിക്കും, പുറമെ ആർക്കും കേൾക്കാൻ പറ്റില്ല. അങ്ങനെ പഠിക്കുന്നതിൻ്റെ ഗുണം, അധികം ബഹളമില്ലാതെ പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് എനർജി വേണ്ടി വരത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ക്ഷീണമൊന്നും വരത്തില്ല. കുറേ സമയമൊക്കെ വായിച്ച് ഇങ്ങനെ പഠിക്കാൻ പറ്റും. അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, വളരെ സൈലൻ്റായിട്ട് വായിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഉറക്കം വരാൻ ചാൻസ് കൂടുതലാണ്. മറ്റുള്ളവർ കേൾക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ മനസ്സിൽ മാത്രമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ബോറടിക്കാനും ഉറക്കം വരാനൊക്കെ സാധ്യതയുണ്ട്. അടുത്തത് എഴുതി പഠിക്കുന്ന രീതിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മടിയുള്ള രീതിയാണ് എഴുതി പഠിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത്, അതായത് നമുക്ക് പെട്ടെന്ന് മെമ്മറി വരുന്നത് ഇങ്ങനെ എഴുതി പഠിക്കുമ്പോഴാണ്. എന്ത് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ എഴുതി പഠിക്കുകയാണെങ്കിൽ പിന്നീട് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. കുറച്ച് മെനക്കേടാണ്, എന്നാലും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. എഴുതി പഠിക്കാനായിട്ട് പഴയ ബുക്കുകളിലൊക്കെ അധികമുള്ള പേജസ് എല്ലാം കൂടെ പിൻ ചെയ്ത് വെച്ചിട്ട് അത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്ത് കാര്യവും ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് അതൊന്ന് എഴുതി നോക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ വായിക്കുക, എന്നിട്ട് കാണാതെ ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്കത് നല്ല ഓർമ്മയുണ്ടാവും. എഴുതി പഠിക്കുമ്പോഴുള്ള മറ്റൊരു ഗുണം, നമ്മുടെ മൈൻഡ് എങ്ങും പോവില്ല. നമ്മൾ ആ എഴുതുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. പഠിക്കുമ്പോൾ ഏകാഗ്രത പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. എഴുതി പഠിക്കുന്നതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് സമയം എക്സ്ട്രാ പോകും. അതായത് എഴുതി വരാനുള്ള സമയം അത്രയും നമുക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ കുറച്ച് സമയം പോയാലും കുഴപ്പമില്ല. നമ്മൾ പഠിക്കുന്ന കാര്യം ഓർമ്മ വന്നില്ലെങ്കിൽ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാലും കുഴപ്പമില്ല, പഠിക്കുന്ന കാര്യം ഓർമ്മ വേണം. അതിന് ഏറ്റവും നല്ല രീതി എഴുതി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിച്ചതെല്ലാം 100% ഓർത്തിരിക്കണമെങ്കിൽ വായിച്ച് പഠിക്കണം, എഴുതി പഠിക്കണം. രണ്ടും ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതിനെ ഒരുമിച്ച് നമ്മൾ പറയുന്നത് ആക്റ്റീവ് റീഡിംഗ് എന്നാണ് പറയുന്നത്. അതായത് ജസ്റ്റ് റീഡ് ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലത്, ഇപ്പം നിങ്ങൾ ഒരു പേജ് വായിക്കുന്നു, എന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്വയം ചോദിക്കുന്നു, എന്തിനെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ വായിച്ചത്. എന്നിട്ട് നിങ്ങളുടേതായ വാചകത്തിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു പോയിൻറ്റ്സിൽ കീവേഡ്സ് മാത്രം ഒന്ന് ഹൈലൈറ്റ് കൊടുക്കുക. ആ കീവേഡ്സ് മാത്രം നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി കൊടുക്കുക. അതായത് നിരത്തി പിടിച്ചെല്ലാം എഴുതേണ്ട ആവശ്യമില്ല. എന്താണോ പഠിച്ചത് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം എഴുതി കൊടുക്കുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ആക്റ്റീവ് റീഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് വേറെ രീതിയാണ്. ഒരു ടോപ്പിക്ക് നിങ്ങൾ വായിക്കുന്നു, അതിനുശേഷം ബുക്ക് അടച്ചു വയ്ക്കുന്നു. എന്താണോ നിങ്ങളിപ്പോൾ വായിച്ചത് അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അതൊരു ബുക്കിലേക്ക് എഴുതുക. എന്നിട്ട് ചെക്ക് ചെയ്യുക, ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഏത് എക്സാമിന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഈ 2 രീതി ഫോളോ ചെയ്ത് നോക്കുക. വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക, പിന്നെ റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിലേത് പഠനരീതിയാണ് ഏറ്റവും ഇഷ്ടം എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക.